ഹായ് ഹലോ നമസ്കാരം. റിത്തസ് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്ന ഫിഷ് പൊള്ളിച്ചത്. അപ്പൊ അതിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഫസ്റ്റ് ഞങ്ങൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ചിട്ടെടുക്കണം. ഒരു ചെറിയ പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് കുറച്ച് ഫ്രൈ ആക്കാം ഫസ്റ്റിന്. അപ്പൊ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി നല്ല ഫ്രൈ ആയ പിന്നെ ഞങ്ങൾ ഒരു രണ്ട് വലിയ നീറുള്ളി എടുത്തിട്ടുണ്ടേ, അത് ചെറുതായിട്ട് മുറിച്ചത് അതിനിടാം ഫസ്റ്റ്. അപ്പൊ ഇനി നല്ല പോലെ മിക്സ് ആക്കാം ഫസ്റ്റിന്. നല്ല വേവണം, അതിന്റെ പച്ചമണെല്ലാം പോകണം. നല്ല പോലെ മിക്സ് ആക്കാം. തീ കുറേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് അതിൽ കുറച്ച് കറിച്ചപ്പല ഇടാം ഫസ്റ്റ്. കുറച്ച് സ്മെല്ലിന് കറിച്ചപ്പല വേണം. പിന്നെ ഒരു 3 ടൊമാറ്റോ ചെറുതായിട്ട് മുറിച്ച് 3 ടൊമാറ്റോ ഇട്ടിട്ട് മിക്സ് ആക്കാം. നല്ല മിക്സ് ആക്കിയിട്ട് നല്ല വേവുന്നിടത്തോളം നല്ല മിക്സ് ആക്കാം. പിന്നെ കുറച്ച് ഉപ്പ് എത്ര വേണം അത്ര ഇടാം. കുറച്ച് ഉപ്പ് വേട്ടങ്ങ് വേവുന്നു. നീറുള്ളി ടൊമാറ്റോ എല്ലാം നല്ല മിക്സ് ആണ്. ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. കാരം കുറച്ച് മതി. ഞങ്ങൾ ഓൾറെഡി മീൻ കിട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തവ ഫ്രൈ ആക്കാൻ മീൻ കിട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല. ഏകദേശം മസാല റെഡിയായി. ഫിഷ് പൊള്ളിച്ചേലേക്ക് മസാല റെഡിയായി. അപ്പൊ ഇതിന്റെ ഉപ്പ് നോക്കി, അതല്ല കാരെല്ലാം നോക്കി, എരിവെല്ലാം നോക്കിയിട്ട് കറക്റ്റ് ഉണ്ടാന്ന് നോക്കിയിട്ട് ഞങ്ങൾ അതിനെ എടുത്തിട്ട് വെക്കാം. ഇത് മീൻ ഫ്രൈ ആക്കാൻ അയില എടുത്തിരുന്നത്. ഇതിലേക്ക് ചിലങ്ങ് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പു, പുളി ഇത്ര ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിരുന്നത്. ഒരു തവയിൽ ജസ്റ്റ് മീനിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഒരു അയില മീന്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ വിറ്റിട്ട് അതിനെ ഫസ്റ്റ് ഫ്രൈ ആക്കുക. കുറച്ച് ഒരു പകുതി വേവുന്നിടത്തോളം ഫസ്റ്റ് ഫ്രൈ ആക്കുക. തവ ഫ്രൈ ആവല്ല ഇത്. ഫ്രൈ എല്ലാം മറിച്ചിട്ടിട്ടെല്ലായി ബന്ദിനി. അപ്പൊ ഇതിനെ ഫസ്റ്റ് ഞങ്ങൾ ഇലയിൽ വെക്കണം. ബാൻഡെല്ലാം എടുത്തിട്ട് അതിനെ കുറച്ച് ബാട്ടിട്ട് അതിലെ മസാല ഫസ്റ്റ് ഇടണം. ഇലക്ക് കുറച്ച് സ്പ്രെഡ് ആക്കണം. കുറച്ച് മസാല എടുത്തിട്ട് തന്നെ സ്പ്രെഡ് ആക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു മീൻ എടുത്തിട്ട് വെക്കാം ഫസ്റ്റിന്. മീനൊന്ന് മസാലന്റെ സെന്ററിൽ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് പിന്നെ ഞങ്ങൾ മസാല വെക്കണം ബാക്ക്. മസാല ഞങ്ങൾ അത്ര തന്നെ ആക്കിന്. 4 മീൻ എടുത്തിന് അയില. 4 മീനിക്ക് വേണ്ടി ഇത്ര മസാല എടുത്തിന്. പിന്നെ ടൈറ്റ് ബാൻഡെല്ലാം കെട്ടാം. 2 ബാൻഡെല വെച്ചിട്ട് ടൈറ്റ് ഫോൾഡ് ആക്കിയിട്ട് ചെറിയ നൂലിൽ ഫോൾഡ് ആക്കിയിട്ട് കെട്ടുന്നതിന്. അങ്ങനെ എല്ലാ മീനിനും അങ്ങനെ എടുത്തിട്ട് ഓരോന്നായിട്ട് കെട്ടി. എല്ലാ മീനിനെ കെട്ടി. ഒരു സൈഡിൽ ഞങ്ങളെ കോളിന്റെ കോൾ വറവായിക്കൊണ്ടായി. കുറച്ച് കോളുണ്ടായി. അപ്പൊ അത് വറവാക്കി സുക്ക. അങ്ങനെ ഓരോന്ന് മീനിനെല്ലാത്തിനെ കെട്ടിട്ട് വെച്ചാല് എല്ലാ മീനിന് ഇങ്ങനെ മസാല ഇട്ട് ഫസ്റ്റ് അതിന്റെ മുകളിലൊക്കെ അയില വെച്ച് അതിന്റെ മുകളിലൊക്കെ മസാല ഇട്ടിട്ട് ഒരു തവ എടുത്ത് തവയിൽ കുറച്ച് എണ്ണ വിത്തുന്ന തവ ചൂടാൻ നോക്കാം. തവ ചൂടായിട്ട് ഞങ്ങൾ ഫസ്റ്റ് അവിടെ ഫോൾഡ് ആക്കി വെച്ചിട്ടുണ്ട്. ബാൻഡലിൽ കെട്ടിട്ട് വെച്ച മീനുണ്ടല്ലോ അതിനെ ഓരോന്നായിട്ട് തവയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കാം. അധികം നേരം എന്തല്ല, അതിന്റെ സ്മോക്ക് വരുന്നത്ര ഒരു ഈ ബാൻഡ് എല്ലാം ഫ്ലേവർ എല്ലാം ഉണ്ട്. സ്മോക്ക് പറഞ്ഞല്ലേ. അങ്ങനെ ഈ നാല് അയില എടുത്തിന്. അങ്ങനെ 4 ബാൻഡലിൽ കെട്ടിട്ടാക്കിന് അതിന്റെ മസാല ഫിഷ് പൊള്ളിച്ചത്. നല്ല ടൈറ്റ് മൂഡ് അതിന്. അപ്പോൾ ഞങ്ങൾ ഈ ഫിഷ് പൊള്ളിച്ച റെഡി ആയിന്. ഉച്ചക്ക് ചോറും കടലക്കറി, കോള് വറവും ഫിഷ് പൊള്ളിച്ചത്. ഏകദേശം നല്ല ടേസ്റ്റ് വന്നിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ. എന്നൊരു വീഡിയോയിൽ കാണാം.